NIRF റാങ്കിങ്ങിൽ മികവുയർത്തി സർവകലാശാലകൾ. 10 റാങ്കിങ്ങിൽ ഇടം നേടി കേരളയും കുസാറ്റും. യൂണിവേഴ്സിറ്റി ഓഫ് ദി ആർട്ടുകൾ അംഗത്വം നേടി MG സർവകലാശാല. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഭിമാനകരമായ നേട്ടങ്ങളിൽ ചിലത് മാത്രമാണിത്. നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ ചില മാധ്യമങ്ങൾ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് കേരളത്തിന്റെ വികസനത്തിനൊപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയും കുതിക്കുന്നത്. കുറച്ചാളുകൾ പറയുന്നതിനെ സമൂഹത്തിന്റെ ആകെ അഭിപ്രായമാക്കി മാറ്റി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണിവർ. സംസ്ഥാനത്തെ കോളേജുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞെന്നാണ് പുതിയ പ്രചാരണം. കോളേജുകളിൽ ആരംഭിച്ച നൂതന കോഴ്സുകളിലും തൊഴിലധിഷ്ഠിത കോഴ്സുകളിലും വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിയത് ഇക്കൂട്ടർ അറിഞ്ഞില്ലേ എന്തോ. കേരളത്തിലെ സർവകലാശാല തകർച്ചയുടെ വക്കിലാണെന്ന് വരുത്തി തീർക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. എന്നാൽ അതിന് കുടപിടിക്കുന്ന നിലപാടുകളാണ് വലതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. സർവകലാശാലയുടെ നേട്ടങ്ങളെ മനഃപൂർവ്വം അവഗണിക്കുകയാണവർ. ആദ്യമായി 4 വർഷ ബിരുദം നടപ്പാക്കിയപ്പോൾ കേരള സർവകലാശാലയുടെ മികവിനെ പുകഴ്ത്തിയവരാണിവർ. ഇക്കൂട്ടർ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കെതിരെ വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നതെന്നോർക്കണം. RSS അജണ്ടകൾ തകർത്ത് വലിയ മുന്നേറ്റം നടത്തുന്ന ഈ കാലത്താണ് ഇല്ലാ കഥകൾ മെനഞ്ഞ് ഉന്നത വിദ്യാഭ്യാസ മേഖല ആകെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പൊതു സർവകലാശാലകളെക്കാൾ ഉയർന്ന നിലവാരമാണ് കേരളത്തിനെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ റാങ്കിങ്ങിൽ തന്നെ പറയുന്നു. എന്നിട്ടും ഇത്തരം വാർത്തകൾ പടച്ചുവിടണമെങ്കിൽ അത് ബോധപൂർവമായ ശ്രമം തന്നെയാണ്. വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് ചേക്കേറുന്നുവെന്ന പ്രചാരണത്തിന് വിപരീതമായി കേരളത്തിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണുള്ളതെന്ന് സ്ഥിതിവിവര കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ അധ്യയന വർഷം മാത്രം 81 രാജ്യങ്ങളിൽ നിന്നുള്ള 2620 വിദ്യാർത്ഥികളാണ് കേരള സർവകലാശാലയിൽ അപേക്ഷിച്ചത്. MG സർവകലാശാലയിൽ 982 അപേക്ഷകളും കുസാറ്റിൽ 1761 അപേക്ഷകളും ലഭിച്ചു. കഴിഞ്ഞ 4 വർഷമായി വിദേശ വിദ്യാർത്ഥികളുടെ അപേക്ഷകളിലും പ്രവേശനത്തിലും കാര്യമായ വർധനവുണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ കേരള സർക്കാർ നടത്തുന്ന വിപ്ലവകരമായ ഇടപെടലുകളുടെ ഫലമാണിത്. വസ്തുതകൾ മറച്ചുപിടിക്കാൻ ആരൊക്കെ എങ്ങനൊക്കെ ശ്രമിച്ചാലും അതിനെ കോട്ട കെട്ടി സംരക്ഷിക്കാൻ ഒരു കൂട്ടർ ഇവിടെയുണ്ടെന്ന് ഓർത്താൽ നന്ന്.